ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി പുഡിങ്ങാണ്. ഒന്നും കൊണ്ടല്ല, കുറച്ച് ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി പുഡിങ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം. ലെങ്ത് ഇല്ലാത്ത വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി ആദ്യം കുറച്ച് പഞ്ചസാര അലിയിച്ചെടുക്കണം, ലായനിയാക്കി എടുക്കണം. അതിന് വേണ്ടി 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വയറ്റി ചുവപ്പിക്കാവുന്നതാണ്. അപ്പോൾ ചുവപ്പാണെങ്കിൽ നല്ല രസം ഉണ്ടാവും പുഡിങ്ങിന്. ഇത് പെട്ടെന്നാക്കി എടുക്കുന്നതുകൊണ്ട് ഞാൻ ചുവപ്പിക്കുന്നൊന്നുമില്ല. ഒരു 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കത്തിപ്പോവും. അത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി വയറ്റി ചുവപ്പിക്കാവുന്നതാണ്. അത് ചുവന്ന് വരും, പിന്നെ ഒരു തേന് പോലെ കാരമലായി വരും. അപ്പോൾ ഇപ്പോൾ ചുവന്നിട്ടൊന്നുമില്ല, ഇപ്പോൾ ലൈനായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ട്രൈ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പുഡിങ് ആക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു 6 പുഡിങ് സൈഡ് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് സൈഡ് കട്ട് ചെയ്തെടുക്കാം. ഒരു 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 6 ബ്രെഡ് മതിയാവും. ചെറുതാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ, എല്ലാം കൂടി ഇടുമ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നത്. ജാറിലേക്ക് ഇടുന്നതിന് മുമ്പ് അങ്ങനെ അതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രെഡ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്, കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്ത്. ഞാൻ അതിനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളായൊരു മെത്തേഡാണ്. വാനില എസൻസും 2 മുട്ടയും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1.5 കപ്പ് പാലാണ് വേണ്ടത്. 1.5 ഗ്ലാസ്സാണ്, സോറി. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പുഡിങ് ആകുമ്പോൾ മധുരം വേണമല്ലോ, അതുകൊണ്ടാണ് മധുരം പിന്നെ ചേർക്കുന്നത്. മറ്റേത് ഒരു കോട്ടിങ്ങായി മുകളിലുണ്ടാവും, ഒരു കാരമലായിട്ട്. അപ്പോൾ നന്നായി ജാറിൽ അരിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റീമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടി. സാധാ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന, സ്റ്റീം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്പച്ചട്ടി ഒന്ന് വെള്ളം ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ട്രേ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകുന്ന ആ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മൂടി വെച്ച് എന്നൊരു 30-35 മിനിറ്റ്സോളം ലോ കുക്ക് ചെയ്തെടുക്കുക, ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആയിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ പറ്റി പിടിക്കുന്നില്ല. ഫോർക്കിൽ കുത്തി വയ്ക്കിയപ്പോൾ നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. ഇപ്പം ഞാനൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റ് ചെയ്തതാണ്, ഒരു തണുപ്പിന് വേണ്ടി. നിങ്ങൾക്ക് അങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടാണ്. അപ്പോൾ ചെറിയൊരു 6 ബ്രെഡിൻ്റെ പുഡിങ്ങാണിത്, ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.